അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫിറോസ് കുന്നംപറമ്പാണ്. ക്യാൻസർ എന്ന മാരകമായ അസുഖം ബാധിച്ചിട്ട് അതിന്റെ കഠിനമായ വേദനയിലും അതിനെതിരെ അതിനെ പൊരുതി തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന 9 വയസ്സുകാരിയായിട്ടുള്ള അസ്ന ഖാൻ എന്ന് പറയുന്ന ഒരു കുട്ടി. നമ്മുടെ മക്കളൊക്കെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ ആ കളിച്ച് ചിരിച്ച് നടക്കേണ്ട കാല് ക്യാൻസർ ബാധിച്ച് അത് മുറിച്ചു മാറ്റിയിട്ടത് കണ്ടില്ല നിങ്ങൾ? ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കാല് നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ നോക്കി കാണേണ്ട ഈ ഒരു കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് നൽകിയിട്ടും ഒരു കണ്ണിന്റെ കാഴ്ച മാത്രമാണ് ഈ മോൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലങ്സിന്റെ സർജറി ചെയ്തു, കുടലിന്റെ സർജറി ചെയ്തു. പക്ഷേ ഇനിയിപ്പോ ലങ്സിന് ഒരു സർജറി കൂടി വേണം എന്നാവശ്യപ്പെട്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും ഈ പൊന്നുമോളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഇത്രയും വലിയൊരു തുക ഞങ്ങളെ കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ എനിക്ക് കൂടില്ല. ഇതുപോലെ മുമ്പൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഞങ്ങളെ ഇത്രയും സഹായിച്ചത്. ഞങ്ങളുടെ ഏറ്റവും വലിയ തുക നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അതായത് നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കളെ നമ്മളെ വിട്ട് പിരിയണമെന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു അവസ്ഥയിലൂടെ അതിലൂടെ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ രണ്ടാമത് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പൊന്നുമോളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ കൊടുക്കണം. അതിന് കഴിയാത്തവർ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ എൻ്റെ പൊന്നുമോളെ ഉൾപ്പെടുത്തണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം കൊടുത്ത് അതിന് പറ്റാത്തവർ എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ദുആയിൽ എൻ്റെ കുഞ്ഞിനെ ഉൾപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ പൊന്നുമോളെ എല്ലാവരും സഹായിക്കണം. എൻ്റെ കുഞ്ഞിനെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്നുള്ളത് കൊണ്ടാണ് പടച്ചവനെ ഒരിക്കലും ആരുടെ മുമ്പിൽ കൈനീട്ടല്ലേ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് നമ്മുടെ മക്കളെ മുഖം നോക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തരണം ചെയ്ത് കൊണ്ടുപോകാനേ കഴിയും. അതുകൊണ്ടാണ് സഹായം ചോദിച്ച് വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വന്നത്. പടച്ചവനെ ഓർത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം കൊടുത്ത് പറ്റാത്തവരെ ദ്വായിൽ ഉൾപ്പെടുത്തി നിങ്ങൾ എൻ്റെ പൊന്നുമോളെ സഹായിക്കണം. 2021 ഈ കുഞ്ഞിന്റെ കണ്ണിന് ക്യാൻസർ ബാധിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നപ്പോ നിങ്ങൾ നൽകിയ വലിയ ഒരു സംഖ്യ കൊണ്ട് ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തി വന്നിരിക്കുകയാണ്. കണ്ണിനും അതുപോലെ തന്നെ ലങ്സിനും കുടലിനും ആ കാല് വരെ മുറിച്ചു മാറ്റിയിട്ട് ഈ 9 വയസ്സ് വരെയും ക്യാൻസറിനെതിരെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും ആ കുഞ്ഞിന്റെ ലങ്സിന് ഒരു സർജറി കൂടി വേണമെന്ന് പറഞ്ഞിരിക്കുക. ഈ കുടുംബം ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടതെന്ന് അറിയില്ല. വിട്ടുകളയാൻ കഴിയാതെയാണ്, സ്വന്തം മകളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ കഴിയാതെ ഈ കുഞ്ഞിനെയും എടുത്ത് പിടിച്ച് എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങിയിട്ട് ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് എൻ ഔഷാദ്. ഞാൻ കൊല്ലം കോർപ്പറേഷൻ പള്ളിമുക്ക് ഡിവിഷൻ്റെ മുൻ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ഒരാളാണ്. ഈ കുടുംബം എനിക്ക് വളരെ അടുത്ത അറിയാവുന്ന ഒരു കുടുംബമാണ്. ഈ കുട്ടിക്ക് മുൻകാലങ്ങളിൽ 4 or 5 സർജറി അടക്കമുള്ള ചികിത്സയ്ക്ക് വിധേയമായ ഒരു കുടുംബമാണ്. ആ കുട്ടിക്ക് ഒരുപാട് ക്യാഷ് വേണ്ടി വരുന്നൊരവസ്ഥയായിരുന്നു. ഫിറോസ്ക്ക് അടക്കമുള്ളവരുടെ ശ്രമഫലമായി 3-4 സർജറികൾ നടത്തുകയും ചെയ്തു. എന്നാൽ കണ്ണിന് വരെ ക്യാൻസർ ബാധിച്ച ഈ കുട്ടിക്ക് ഇനിയും തുടർ ചികിത്സയ്ക്ക് വേണ്ടി, പ്രിയമുള്ളവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ വീഡിയോ കാണുന്ന മനസ്സുള്ള എല്ലാവരും ഈ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഈ കുട്ടിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സഹായിക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക്. ക്യാൻസർ എന്ന് പറയുന്ന ആ മാരക രോഗം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കാർന്ന് തിന്ന് അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ അവസാനമായിട്ട് ഒരു സർജറി കൂടി ആവശ്യമാണ്. 10 ലക്ഷം രൂപയാണ് മാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺകോളജി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ സർജറിക്കും അതുപോലെ തന്നെ 15 ലക്ഷം രൂപ തുടർ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ആവശ്യം വന്നിരിക്കുക. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ, ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉപേക്ഷിച്ചു പോവാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ആ കുഞ്ഞുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കാരണം ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ ആ രോഗവും അതിന്റെ വേദനയും അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു പ്രയാസം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഈ 9 വയസ്സിൽ ആ കുട്ടി അനുഭവിച്ച വേദന എത്രയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഓരോ അവയവവും മുറിച്ചു മാറ്റുമ്പോഴും ആ ശരീരത്തിൽ കീമോ ആയിട്ടും മറ്റെല്ലാ രീതിയിലും സൂചിയും കത്തിയൊക്കെ ഇങ്ങനെ കുത്തിയിറക്കുമ്പോഴും
ആ വേദനയൊക്കെ സഹിച്ച് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ആ ക്യാൻസറിനെ പ്രതിരോധിച്ച് ആ പൊന്നുമോള് വരുന്നുണ്ടെങ്കിൽ ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ അസ്നാ ഖാന്റെ ഉപ്പാടെ പേരിലുള്ള ഷൈജു ഖാന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചെലവഴിച്ചതിന്റെയോ കൊടുത്തതിന്റെയൊക്കെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചാൽ അത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. എന്താണെങ്കിലും കഴിയുന്നവരൊക്കെ ഒരിക്കൽ കൂടി ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എൻ്റെ പേര് എം സജീവ്. ഞാൻ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ 28ാം ഡിവിഷനായിട്ടുള്ള പള്ളിമുക്കിനെ പ്രതിനിധീകരിക്കുന്നു. എൻ്റെ ഡിവിഷനിലെ അസ്നാമോൾ എന്ന് പറയുന്ന 9 വയസ്സുകാരിയുടെ ദയനീയ സ്ഥിതി നിങ്ങളുടെ മുന്നിൽ വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 6 മാസമുള്ളപ്പോൾ ഈ കുട്ടിക്ക് കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സിക്കേണ്ടതായിട്ട് വന്നു. ആ കുടുംബം കിട്ടാവുന്നതെല്ലാം കടം വാങ്ങിയും തങ്ങളുടെ പക്കലുള്ളതും വീടും ഇതുമെല്ലാം വിറ്റ് ചികിത്സ നടത്തിയെങ്കിലും അവരുടെ കയ്യിൽ ഒതുങ്ങിയില്ല. തുടർന്ന് സുമനസ്സുകളുടെ സഹായത്തോടുകൂടി 70 ലക്ഷം രൂപ ചിലവഴിച്ച് 4 സർജറികൾ നടത്തി. കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്കുണ്ടായ ചികിത്സയിൽ വലിയ മാറ്റമുണ്ടായി. തുടർന്ന് ആ കുഞ്ഞിന് ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു സർജറി കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് സർജറിക്ക് മാത്രം 10 ലക്ഷം രൂപയും തുടർ ചികിത്സയ്ക്ക് ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. വീണ്ടും ഈ കുടുംബം സുമനസ്സുകളുടെ സഹായത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണമെന്നും ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഞാൻ സദക്കത്തുള്ള യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്. ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയുമായി വന്നിട്ടുള്ളത് അസ്നാ മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെ കാണുന്ന നല്ലവരായ കരുണ പറ്റാത്ത മലയാളി സമൂഹങ്ങൾ, നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾ, ഈ മകളുടെ 25 ലക്ഷം രൂപ വേണ്ടിവരുന്ന തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.